ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ നിൽക്കുന്ന പേജിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ എന്ന് പറയണത്. ഒരാൾ കമൻറ്റ് ചെയ്തിനി, കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എല്ലാത്തിനും കുറിച്ച്. ഇന്ന് ഇൻറ്റേൺഷിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ നിൽക്കുന്ന PG, നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷാഡ് അപ്പാർട്ട്മെൻറ്റാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ആണെങ്കിലും ഇവിടെ അടുത്തടുത്ത് കുറേ ഓലൻ അപ്പാർട്ട്മെൻറ്റ് കുറേ ഉണ്ട്. 2ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ നമുക്ക് ഏതായാലും റൂം കിട്ടിയിട്ടുണ്ടായിനി. നമ്മളെ റൂം ഏതായാലും അടിപൊളിയാണ്. നമുക്ക് അറ്റാച്ച്ഡ് അല്ലാത്ത ബാത്റൂമാണ് കിട്ടിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. നമുക്ക് അല്ലാത്തത് കിട്ടിയോണ്ട് നമുക്ക് ടെറസിൻ്റെ മേലെ നമുക്ക് ബാത്റൂം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു PGയിൽ നമുക്ക് നമുക്ക് റൂമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം കേട്ടോ. കാരണം അത്രക്കും അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിൽ അവിടെ ജംഗ്ഷനിൽ മെഡിക്കൽ കോളേജ് റോഡിന് പോയിട്ട് അടുത്ത സ്റ്റോപ്പ് തന്നെ കോഴിക്കര അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മളെ അപ്പാർട്ട്മെന്റ് വരുന്നത്. കോഴിക്കര സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അടുത്തൊരു പാരഡൈസ് ഹോട്ടൽ ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ഉള്ള റൂട്ടിനാണ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കാക്കാന്റെ നമ്പർ അവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാക്കാനായിട്ട് കോൺടാക്ട് ചെയ്താൽ കാക്ക വിശദമായിട്ട് പറഞ്ഞുതരും. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പം ഇതേ കാര്യം അപ്പാർട്ട്മെന്റ് എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഇതല്ല, ഓൾക്ക് കുറെ അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പിന്നെ മനസ്സിലായി. ഞങ്ങൾ ഇതേക്കുന്ന വിചാരിച്ചിനും. ഇതിന്റെ ബാക്കിലാണ് കേട്ടോ അപ്പാർട്ട്മെന്റ് ഓണറിന്റെ വീട് ഇതിൻ്റെ ബാക്കിലാണ്. ഓലെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അതൊക്കെ. ഇനി ഫുഡിൻ്റെ ഡീറ്റെയിൽസ് പറയട്ടോ. ഫുഡ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഉച്ചക്ക് ലഞ്ച് ഉണ്ട്, ചോറുണ്ട്, പിന്നെ രാത്രി ഒന്നെങ്കിൽ ചോറുണ്ടാവും അല്ലെങ്കിൽ ചപ്പാത്തിയോ വെള്ളപ്പോ പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. അതേക്കാരം മെയിനായിട്ട്. ചോറ് ചിലപ്പം ഉണ്ടാവും രാത്രി. ഇതൊക്കെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങൾ. ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ ഫുഡൊക്കെ. ഫുഡിനുള്ള പ്ലേറ്റോ കാര്യങ്ങളോ ക്ലാസ്സോ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇനി അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഓലെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓലെ വീട്ടിൽ നിന്ന് എടുത്താണ്ട് പിന്നെ നമ്മൾ കേൾക്കാണ്ട് പിന്നെ അതിൽ ആക്കലാണ് കേട്ടോ ഫുഡൊക്കെ. പിന്നെ ഉച്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ കോളേജിലേക്ക് പോരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് പോവാന്നുള്ളത് കുറച്ച് ഇടങ്ങാറായതുകൊണ്ട് തന്നെ, കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സ് കൊടുന്നേക്കേനി. ലഞ്ച് ബോക്സിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഫുഡ് വീട്ടിൽ നിന്ന് ആക്കിയിട്ട് പിന്നെ ലഞ്ച് ബോക്സിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോളേജിലേക്ക് കൊണ്ടുവന്ന് തിന്നലാണ് കേട്ടോ ചെയ്യുക. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറയട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ ഇൻറ്റേൺഷിപ്പാണ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം 300 കേട്ടോ. ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് റൂം കാര്യങ്ങൾ കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂമുണ്ട്, ബാത്റൂമുണ്ട്, പിന്നെ ഫുഡ് 3 നേരത്തെ ഫുഡുണ്ട്. ഉച്ചക്ക് നമുക്ക് ചായ കാര്യങ്ങളോ അതൊന്നും ഇല്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ സെറ്റാണ്. റൂമൊക്കെ പിന്നെ വരുമ്പോൾ നമുക്ക് കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡൊന്നും ഉണ്ടാവില്ല, കോസഡിയോ ബെഡോ നമ്മൾ കൊണ്ടുവരണം. കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുണ്ട്, അല്ലാത്തതുണ്ട് കേട്ടോ. നമുക്ക് അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ടെറസിൻ്റെ മേലെ നമുക്ക് ബാത്റൂം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 300 ആയതുകൊണ്ട് നമുക്ക് 10 ദിവസത്തിന് 3000 ആയിന് കേട്ടോ ഫീസ് ഉണ്ടായിന്. അത് പിന്നെ ഇതും ഓല അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ചാൽ, കാക്കനോട് ചോദിച്ചാൽ എല്ലാ ഡീറ്റെയിൽസ് കാക്ക നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പം ഇതൊരു വീട് പോലത്തെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. പക്ക വീട് തന്നെ, അത് അപ്പാർട്ട്മെൻ്റ് ആക്കി അങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ നിൽക്കുന്ന PGൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്ന നമ്പറിൽ നോക്കിയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ അടിയിൽ. വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇൻറ്റേൺഷിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി കോളേജിലേക്ക്. നമുക്ക് കോളേജിലേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അവിടെ എത്താൻ കേട്ടോ. പിന്നെ കോളേജ് കുറച്ച് നടക്കാൻ ഉണ്ട്, കുറച്ച് നടക്കാണ്ട് കേട്ടോ കോളേജിലേക്ക്. അപ്പോൾ നമുക്ക് ബസ്സിനാവുക അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങളെ PGന്ന് കോളേജിലേക്ക് എത്താണ് കേട്ടോ ഉള്ളത്. ഇനി ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയട്ടോ. ഞങ്ങൾക്ക് 10 ദിവസമാണ് ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. യൂണിവേഴ്സിറ്റീൻ്റെ 4 ഡിഗ്രി ഇതിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നിർബന്ധമാണ് കേട്ടോ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്. 10 ദിവസമാണ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവഗിരി കോളേജിലാണ് കേട്ടോ. കോഴിക്കോട് സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കോഴ്സ് കുറേ 3-4 കോഴ്സൊക്കെ ഉണ്ടായിന്. അതിൽ ഞാൻ എടുത്തത് മഷ്റൂം കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, വെള്ളിയാഴ്ച രാത്രി നമുക്ക് സ്പെഷ്യലായിക്കാരം നമുക്ക് ബിരിയാണി ഉണ്ടായിന് കേട്ടോ വെള്ളിയാഴ്ച രാത്രി ഒരു ദിവസം. പിന്നെ PG നടത്തണ കാക്കാക്കും താത്താക്കൊക്കെ നല്ല സ്വഭാവമാണ് കേട്ടോ, നല്ല കാര്യമാണ്. എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര കാര്യമാണ്, നമുക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. അല്ലെ അപ്പം നിങ്ങൾക്ക് വരാം, അത്രയും വിശ്വസിച്ചിട്ട് വരാം കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഞാൻ നിൽക്കുന്ന PGൻ്റെയും എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഞാൻ എന്താ ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോ ലേറ്റ് ആക്കിയതിന് സോറി കേട്ടോ, കുറച്ച് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ലോങ് ആക്കണം എന്ന് വിചാരിച്ചിന് വീഡിയോ. അപ്പോൾ പിന്നെ ഫുള്ളും PGൻ്റെയും ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫുൾ ലോങ് ആയിട്ട് എടുത്തിന് കേട്ടോ വീഡിയോ. അപ്പോൾ അത് ഞാൻ ചിലപ്പം പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നേക്കാരം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഇങ്ങനെ വീഡിയോ ചെയ്യണം അങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.